തെറ്റ് നടക്കുന്ന സ്ഥലത്ത് പോകൽ ഹറാം. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ മനസ്സിലാക്കണം. ഇപ്പോഴുണ്ടല്ലോ ഈ കല്യാണം കഴിഞ്ഞിട്ട് വരന്റെ കൂടെ ഒരു പോക്ക്, പുതിയാപ്പള പോക്ക് എന്നതിന്റെ പേര്, വല്ലാത്ത പോക്ക് തന്നെ. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഞാനൊരു കല്യാണത്തിന് പോകുന്നു. അപ്പോൾ പന്തലൊക്കെ കണ്ടപ്പോ അവിടെയാണോ എന്ന് വിചാരിച്ച് കാറൊന്ന് നിർത്തി. അപ്പോൾ കാണുന്നത് എന്താണ്? 2-3 പോലീസുകാരെയാണ്. കാരണം അവിടെ 2 ദിവസം മുമ്പ് കല്യാണം നടന്നതാണ്. പോലീസ് കേസെടുക്കാൻ വന്നതാണ്. കാരണം ഈ വരന്റെ പുതിയാപ്പള പോകുമ്പോഴുണ്ടായ തോന്നിവാസങ്ങൾ, മനുഷ്യന്മാർക്ക് ശല്യമുണ്ടാക്കുന്ന ബോറൻ പ്രവർത്തനങ്ങൾ, അതിന്റെ പേരിൽ കേസെടുക്കാൻ പോലീസുകാർ വന്നിരിക്കുകയാണ്. എന്തൊരു സങ്കടമാണ് അല്ലാഹ്! നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ചിന്തിക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഞാൻ പറയട്ടെ, പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുന്ന ഒരു പോക്കാണോ അതിൽ പങ്കെടുക്കൽ ഹറാം. തെറ്റുകൾ നടക്കുന്ന സ്ഥലത്ത് പങ്കെടുക്കൽ ഹറാമാണ്. ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ജീവിതത്തിൽ പല ദുർബല നിമിഷങ്ങളിലും തെറ്റുകൾ വന്നുപോയി. പക്ഷേ പടച്ചവന്റെ കാരുണ്യം നോക്കൂ. ഹറാമ് നോക്കിയ കണ്ണിന്റെ കാഴ്ച അവൻ പിൻവലിച്ചില്ല, കാതിന്റെ കേൾവി പിൻവലിച്ചില്ല, നാവിന്റെ സംസാരശേഷി പിൻവലിച്ചില്ല. അവൻ വീണ്ടും വീണ്ടും അവന്റെ അടിമക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കുകയാണ്, നന്നാകാൻ ചാൻസ് കൊടുക്കുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഖൽബ് തിരിച്ച് അങ്ങേയറ്റത്തെ ഖേദം പ്രകടിപ്പിച്ച് ഇന്നുവരെയുള്ള ജീവിതത്തിൽ വന്നുപോയ അപാകതകളിലും തെറ്റുകളിലും പടച്ച റബ്ബിനോട് മാപ്പ് ചോദിക്കണം. അത് തെറ്റുകൾ നിർത്തിക്കൊണ്ടായിരിക്കണം. അതേ തെറ്റ് തുടർന്നുകൊണ്ടുള്ള തൗബക്കർത്ഥമില്ല. ഇനിമേൽ ഞാൻ ആ തെറ്റ് ചെയ്യില്ലെന്ന് മനസ്സിന്റെ അടിത്തട്ടിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ടാകണം. അങ്ങനെ പടച്ച റബ്ബിനോട് ചെയ്യുന്ന തൗബയുണ്ടല്ലോ, അല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ യഖ്ബലു ഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അവന്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവനാണ് അല്ലാഹ്. വയഅഫൂ അനിസ്സയ്യിആത്ത്. തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുന്നവനാണ് അല്ലാഹ്. അതിന് ഖേദിച്ച് മടങ്ങണം അല്ലാഹുവിലേക്ക്. അതിന് ഏറ്റവും പറ്റിയ സമയമാണ് ഈ ശഅബാനിന്റെ ബാക്കിയുള്ള ദിവസങ്ങളും പരിശുദ്ധ റമളാനിലെ പുണ്യദിനങ്ങളും എന്ന് പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്.